ADM നവീൻ ബാബുവിൻ്റെ മൃതദേഹം ഫോറൻസിക് സർജനാണോ പോസ്റ്റ്മോർട്ടം നടത്തിയത് എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അത് കുടുംബമാണ് വ്യക്തമാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതൊരു പോലീസ് സർജനാണ് നടത്തിയത്. എന്തുകൊണ്ട് ഒരു ഫോറൻസിക്കിലേക്ക് അത് കൊണ്ടുപോയില്ല? പൊതുവെ നമ്മളൊക്കെ പല തരത്തിലും ഇതുപോലെയുള്ള മരണങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിൽ വ്യക്തതയുണ്ടോ ആരാണ് പോസ്റ്റ്മോർട്ടം നടത്തിയതെന്നിൽ? അതൊന്നുകൂടെ വ്യക്തമായി നോക്കേണ്ടി വരും. പക്ഷേ ഒരു കാര്യമുണ്ട്, അതിൽ സൂചിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് കൺക്ലൂസീവായിട്ടൊരു ഒപ്പീനിയൻ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇന്റേണൽ ഓർഗൻസ് ഒന്നും ഫോർ എവസലിലേക്ക് പോയിക്കാനായിട്ട് സാമ്പിൾ എടുത്തിട്ടില്ല. അത് ഏത് കാരണത്തിലും ഒരു മരണത്തെ സംബന്ധിച്ചിടത്തോളം ഈ അന്തിമ റിപ്പോർട്ട് ഫോറൻസിക് സയൻസ് ലാബിൻ്റെ റിപ്പോർട്ടിന് ശേഷം പ്രഖ്യാപിക്കുന്നതാണ് ഉചിതം. സാധാരണഗതി റിസർവ് ചെയ്യുകയാണ് പതിവ്. ഈ കേസിലൊരു അസ്വാഭാവികത എനിക്ക് തോന്നിയത്, സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു ദുരൂഹമായ മരണത്തിൽ ആന്തര അവയവങ്ങൾ ഫോറൻസിക് സയൻസ് ലാബിൽ അയക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു നടപടി സ്വീകരിക്കാതെ പെട്ടെന്ന് ഇതൊരു കൺക്ലൂസീവായിട്ട് ഇതൊരു സൂയിസൈഡ് ആണ് എന്നൊരു ഒപ്പീനിയൻ എഴുതി ചേർക്കാൻ അത് പാടില്ലാത്ത. ഇതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞത് പരിഹാരത്തിൽ ഈ പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്ന്. ശരി ശരി ശ്രീമതി രമ തുടർന്നോളൂ. സ്വാഭാവികമായിട്ടും ചെയ്യാവുന്ന കാര്യമല്ലേ? ശരി രമ തുടരാം. അതെ സ്മൃതി, അതാണ് ഇതിനകത്തുള്ളൊരു പ്രധാന പോയിൻ്റായിട്ട് ഞാൻ ഉന്നയിക്കുന്നത്. കാരണം നമ്മളൊക്കെ നിരവധി ഇതുപോലെയുള്ള നാട്ടിലൊക്കെ മരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ വടകര ഗവൺമെൻറ് ആശുപത്രി അവിടേക്ക് മൃതദേഹം കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ നടത്തില്ല പോസ്റ്റ്മോർട്ടം, ഉടനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യും. കാരണം ഫോറൻസിക് സർജൻ വേണം എന്നുള്ളത് നടത്താൻ ഒരു തരത്തിലും പോലീസോ ഡോക്ടർമാരോ തയ്യാറാവില്ല. പക്ഷേ ഇവിടെ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഈ പോസ്റ്റ്മോർട്ടം എന്തുകൊണ്ട് അങ്ങനെ നടത്തിയില്ല? അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ അതിന് ഫോറൻസിക് ലാബിലേക്ക് കൊടുത്തയച്ചില്ല. എന്തുകൊണ്ട് ഇത് നടത്തിയില്ല എന്നുള്ളത് അത് തന്നെ സംശയമുണ്ടാക്കുന്ന, ഇതൊരു സാധാരണ മരണമല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണത്. അത് ഇൻക്വസ്റ്റ് ബന്ധുക്കൾ വരുന്നതിന് മുന്നേ എന്തിനാണ് തിടുക്കം? അതുവരെ മോർച്ചറിയിൽ സൂക്ഷിക്കാം, ബന്ധുക്കൾ വരുന്നത് വരെ വയ്ക്കാം. അന്ന് തന്നെ അവിടെ പ്രശ്നമുണ്ടായി. അവിടുത്തെ ഒരു വാർഡ് മെമ്പർ ഇൻക്വസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പറഞ്ഞു, അതിനുപോലും പോലീസ് തയ്യാറായില്ല. വലിയ ബഹളമുണ്ടാക്കി, പ്രശ്നമുണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് അവിടെ കോൺഗ്രസ് പ്രവർത്തകരെ ഉൾപ്പെടെ അവിടേക്ക് കടത്തിവിട്ടത് എന്നുള്ളത് നമുക്കറിയാം. അപ്പം വളരെ അടിമുടി ദുരൂഹമാണ് ഈ മരണം എന്നതിനെ സംബന്ധിച്ച്. മുനീശ്വരൻ കോവിലിൻ്റെ മുന്നിൽ അദ്ദേഹം പോയി എന്ന് പറയുന്നു. അവിടുത്തെ CCTV എന്തുകൊണ്ട് പരിശോധിച്ചില്ല? അതിനുശേഷം ഒരു നെറേഷൻ ഉണ്ടാക്കി. റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം അസ്വാഭാവികമായിട്ട് നടക്കുന്നത് കണ്ടു, റെയിൽവേ ട്രാക്കിൽ കൂടി നടക്കുന്നത് കണ്ട് എന്നൊരു കഥയുണ്ടാക്കി. പക്ഷേ പോലീസ് RPF പറയുന്നത് അവിടുത്തെ CCTVയിൽ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത്. ഇങ്ങനെ ചില കഥകൾ ഉണ്ടാക്കാൻ നോക്കി. ഫോൺ യാത്രയയപ്പ് ചടങ്ങിന് ശേഷം ചിലർ നവീൻ ബാബുവിനെ കാണാൻ വന്നിട്ടുണ്ട് എന്ന കാര്യങ്ങളടക്കമുണ്ട്. അതെ, ആരൊക്കെയാണ് വന്നത്? ആ ഫോൺ ഇത് പരിശോധിക്കണ്ടേ? പിറ്റേ ദിവസം രാവിലെ ഡോർ ലോക്ക് ചെയ്ത് താക്കോൽ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം യാത്രയപ്പയാകും കഴിഞ്ഞു പോകുന്നത്. പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് താക്കോൽ കിട്ടി? എങ്ങനെ അവിടേക്ക് കയറിപ്പോയി? എന്തുകൊണ്ട് വാതിൽ തുറന്നിട്ടു? വാതിൽ തുറന്നിട്ട് പിറ്റേ ദിവസം ഡ്രൈവർ ഷംസുദ്ദീൻ വന്നിട്ട് ഷംസുദ്ദീൻ എന്താ അകത്ത് കയറി നോക്കാൻ തോന്നാതിരുന്നത്? ഒരു പക്ഷേ വിളിച്ചിട്ട് കിട്ടുന്നില്ല. തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പ്രധാന ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് കിട്ടില്ല. അയാളൊരു നെഞ്ചുവേദനയായിട്ട് കിടക്കുകയാണോ, അല്പം ജീവൻ ബാക്കിയുണ്ടോ എന്ന് ഓടിപ്പോയി നോക്കി രക്ഷപ്പെടുത്താൻ ശ്രമിക്കില്ലേ? എന്തേ ഷംസുദ്ദീന് ഒരു സംശയമുണ്ടായി? എന്തേ അദ്ദേഹം അകത്ത് പോയി നോക്കാൻ, മറ്റ് രണ്ടുപേരെയും കൂടി വിളിച്ചതിന് ശേഷം മാത്രം അകത്ത് കയറി നോക്കാൻ അദ്ദേഹത്തിനുണ്ടായ സംശയം എന്താണ്? ഷംസുദ്ദീനെ ചോദ്യം ചെയ്തിട്ടില്ലല്ലോ. പ്രശാന്ത് എന്ന് പറയും, നമ്മൾ ഇവർ പറയുന്നു കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ. കൈക്കൂലി വാങ്ങിയെന്ന്, കൈക്കൂലി ഫിംഗർ പ്രിന്റ്സ് എടുത്തിട്ടില്ല. അതെ, ഡോറിൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുത്തിട്ടില്ല. അഴിമതിക്കാരൻ കൈക്കൂലി കൊടുത്തു എന്ന് കൊടുത്തയാളും കുറ്റക്കാരാണല്ലോ. കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും ഒരുപോലെ കുറ്റമല്ലേ? എന്തേ പ്രശാന്തിനെതിരെ ഇന്ന് വരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? പ്രശാന്തിൻ്റെ പരാതി, ഒരു വ്യാജ പരാതി 2 ഒപ്പ് വെച്ചിട്ട് അത് പരിശോധിക്കാൻ തയ്യാറായിട്ടുണ്ടോ? എന്താണ് ഇതൊന്നും ചെയ്യാത്തത്? ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്മൃതി, ഇതിനകത്ത് വലിയ പ്രശ്നങ്ങൾ നടക്കുന്നത് അത് കണ്ണൂരിൽ നടക്കുന്ന ഭൂമാഫിയയുമായി ബന്ധപ്പെട്ട് വലിയ ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഈ നവീൻ ബാബുവിന് അറിയാമായിരുന്നു എന്ന് തന്നെയാണ് ഒരുപാട് പല ആളുകളുടെയും പല തെളിവുകളും ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഞങ്ങളുടെയൊക്കെ കൈവശമുണ്ട്. അത് പോലീസിനൊന്നും കൊടുക്കില്ല, CBI വരട്ടെ അല്ലെങ്കിൽ കോടതി വരട്ടെ, നമുക്കതൊക്കെ കൈമാറേണ്ട കുറേ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ഒരു സംശയവും ആ കാര്യത്തിലൊന്നും വേണ്ട സ്മൃതി. കാരണം ഇത്തരം സംഗതികളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ആലോചന, അതിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്
ദിവ്യ ആ യോഗത്തിലേക്ക് കയറിപ്പോകുന്നത്. അവിടെ നടത്തിയ പ്രസംഗത്തിലെ ഓരോ വരികളും പ്രീ പ്ലാൻഡ് ആണ്. വളരെ കൃത്യമായി ആലോചിച്ചുറപ്പിച്ചിട്ടാണ് ആ യോഗത്തിൽ നടത്തിയ പ്രസംഗങ്ങൾ. എന്തിനാണ് ഞാൻ തുടക്കം മുതലേ ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം അവർ നടത്തിയൊരു പ്രസംഗത്തിൽ ഒരു സിവിൽ ഡെത്ത്, ഒരു നിമിഷം മതി സർക്കാർ ജീവനക്കാർക്ക് സിവിൽ ഡെത്ത് വരാൻ, ഒരു നിമിഷം, 2 പ്രാവശ്യമാണ് അത് ഉപയോഗിക്കുന്നത്. എന്തിനാണ് ഒരു സിവിൽ ഡെത്ത് അവിടെ ഉപയോഗിച്ചതിൻ്റെ കാരണം എന്ത് തെറ്റാണ് ഒരു സിവിൽ ഡെത്ത് വരുത്താൻ മാത്രം ഈ ഉദ്യോഗസ്ഥൻ ചെയ്ത കുറ്റം എന്താണ്? എല്ലാവരും സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ എന്ന് എല്ലാവരും റവന്യൂ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞ ഒരു സ്ഥാനത്താണ് ഇത് പറയുന്നത്. അത് കഴിഞ്ഞു പോകുമ്പോൾ 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാമെന്ന് പറയുന്നു. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ആലോചിച്ച് എന്തവിടെ സംസാരിക്കണം എന്ന് പോലും തയ്യാറാക്കി പോയതാണ്. ഇനി റവന്യൂ വകുപ്പിൻ്റെ ഡോക്ടർ എ ഗീത കൊടുത്തൊരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് നമുക്കറിയില്ല, അതിലെന്താണ് എന്നതിനെ സംബന്ധിച്ച് അറിയില്ല. എന്തേ ആ റിപ്പോർട്ട് പുറത്തുവിടാത്തത് എന്നത് സംബന്ധിച്ച് ദുരൂഹമാണ്. അല്ലാതെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അന്വേഷണത്തെ സ്വാധീനിക്കാതിരിക്കാൻ എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞതായി പുറത്തു വന്നിരിക്കുന്ന വാർത്ത, പുറത്തുവിടാത്തത്. ഏതന്വേഷണം? SIT എന്ന് പറയുന്നത് കളക്ടറുടെ താഴെയിലുള്ള ഒരു CI ആണ് ഇത് ആദ്യം അന്വേഷിച്ചത്. ഈ DGP എന്ന് പറയുന്ന ആൾ എന്തിനാണ് ഈ DGP ഒക്കെ ആ കസേരയിൽ ഇരിക്കുന്നത് എന്ന് മനസ്സിലായില്ല എനിക്ക്. ഇതുപോലെയുള്ള ഒരു റവന്യൂവിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ ഒരു മരണവുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ആളുകളൊക്കെ പറയുമ്പോൾ, കൊലപാതകമാണ് എന്നുൾപ്പെടെ പറയുമ്പോൾ അത് അന്വേഷിക്കാൻ കളക്ടർ താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്താൻ ഒരു DGPക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്. പിന്നെ എന്ത് സംവിധാനമാണ് ഈ കേസിൽ? എന്തിന് പോലീസ് സംവിധാനം ഇവിടെ? ആഭ്യന്തര വകുപ്പ് പറയുന്നതിനനുസരിച്ചാണ് DGP ചെയ്യുന്നത്. ആ കസേരയൊക്കെ ഒഴിഞ്ഞു പോകുന്നതായിരിക്കും നന്നാവുക. കാരണം കളക്ടർ ഇതിനകത്തൊരു പ്രധാന റോൾ കുടുംബം ഉൾപ്പെടെ ആരോപിക്കുന്നു. കളക്ടർ കൊടുത്ത മൊഴി മാറ്റി പറയുന്നു. അതൊരു പ്രധാന വിഷയമല്ലേ? നേരത്തെ കളക്ടർ പറഞ്ഞു അദ്ദേഹം നല്ലതാണ്, ഞാൻ ആ കുടുംബത്തിൽ പോകാൻ വേണ്ടി ശ്രമിച്ചു, നടന്നില്ല, കുടുംബത്തിന് അനുശോചനം അറിയിച്ചു. പിന്നീട് കളക്ടർ പറയുന്നത് എന്താ? അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് കുറ്റസമ്മതം നടത്തിയെന്ന് മൊഴി മാറ്റി പറയുന്ന ഒരു കളക്ടർ. അപ്പോൾ ഇതിനകത്ത് കളക്ടറുടെ പങ്കുണ്ട്. അന്ന് കളക്ടർക്ക് അറിയാം, കളക്ടറുടെ ആ ഗൂഢമായ ചിരി ഉൾപ്പെടെ വലിയ പ്രശ്നം നമ്മളൊക്കെ അന്ന് ചർച്ച ചെയ്താണ് സ്മൃതി. ഈ വിഷയങ്ങളൊക്കെ, ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇതൊന്നും അന്വേഷിക്കാൻ ഈ സംഘത്തിന് സാധിച്ചില്ല. ഈ SIT എന്നൊക്കെ പ്രഹസനം അത് എന്തിനാണെന്ന് അറിയാമോ? ഈ മറ്റൊന്നിന് പോകാതിരിക്കാൻ വേണ്ടി, കുടുംബത്തെ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ കുടുംബത്തെ മിസ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി തന്നെയാണ് ആ ഒരു പ്രഹസനം നടത്തിയത്. ഒരു പ്രഹസനം, എന്ത് പ്രഹസനമാണ്? ഞങ്ങൾ കുടുംബത്തിനോടൊപ്പമാണെന്ന് ഇപ്പോഴും പറയാം. നാണമുണ്ടോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ആ കുടുംബത്തിനോടൊക്കെ മാപ്പ് പറയണം. ഒരു അന്വേഷണം ഈ തരത്തിൽ ഒരു ശരിയായ രൂപത്തിലേക്ക് കൊണ്ടുപോകാതെ എല്ലാ അർത്ഥത്തിലും അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ട് ഞങ്ങൾ കുടുംബത്തിനോടൊപ്പമാണെന്ന് ഇപ്പോഴും പറയുക. പത്തനംതിട്ടയിലെ പാർട്ടി പറയുന്നു കുടുംബത്തിനൊപ്പമാണ്. കണ്ണൂരിലെ സെക്രട്ടറി പറയുന്നു പത്തനംതിട്ടയിലെ പാർട്ടിയും സംശയിക്കുന്നുണ്ടോ? കുടുംബത്തിന് അങ്ങനെ ഒരു സംശയം ഇതുവരെയും ഇല്ലായിരുന്നു. അവർക്കൊപ്പം തന്നെയാണ് നിന്നിട്ടുള്ളത്. പരസ്യ പ്രതികരണത്തിൽ PP ദിവ്യ രാഷ്ട്രീയത്തിലേ പാടില്ല എന്നൊരു അഭിപ്രായം പരസ്യമായി പറഞ്ഞിട്ടുണ്ട് പത്തനംതിട്ടയിലെ നേതൃത്വം. അല്ല, അങ്ങനെ ഒരു പത്തനംതിട്ടയിലെ പാർട്ടിക്ക് ഒരു നിലപാട്, കണ്ണൂരിലെ പാർട്ടിക്ക് ഒരു നിലപാട് എന്ന് പറഞ്ഞാൽ CPM ഒരു നിലപാടുണ്ടാവില്ലല്ലോ. പത്തനംതിട്ടയിലെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് CPM സംസ്ഥാന കമ്മിറ്റിയാണല്ലോ, സംസ്ഥാന സെക്രട്ടറിയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുമോ? പത്തനംതിട്ടയിലെ പാർട്ടി വേറൊരു നിലപാടെടുത്ത് പോകാൻ സാധിക്കുമോ? പത്തനംതിട്ടയിലെ പാർട്ടിക്കും കണ്ണൂരിലെ പാർട്ടിക്കും ഒക്കെ ഒരേ നിലപാട് തന്നെയാണ്. പക്ഷേ കുടുംബം മറ്റൊരു തരത്തിലേക്ക് നീങ്ങാതിരിക്കാൻ വേണ്ടി നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ചില തന്ത്രങ്ങളാണ് പത്തനംതിട്ടയിലെ പാർട്ടിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ പറയുക. അല്ലെങ്കിൽ അവരിപ്പോൾ വളരെ കൃത്യമായിട്ട് പറയണം. ഇന്ന് ഗോവിന്ദൻ മാഷ് CBI അന്വേഷണം വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, ഇത് അന്വേഷണം നല്ല രൂപത്തിലാണ് പോകുന്നത് എന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ കുടുംബത്തിനോടൊപ്പമാണ് എന്ന് പറഞ്ഞ പത്തനംതിട്ടയിലെ പാർട്ടി പറയാൻ തയ്യാറുണ്ടോ? അന്വേഷണം ശരിയായ രൂപത്തിലല്ല, കുടുംബത്തിനോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നു, CBI അന്വേഷണം വേണം എന്ന് പറയാൻ പത്തനംതിട്ടയിലെ പാർട്ടി ഇപ്പോൾ തയ്യാറാകുമോ? അങ്ങനെയാണെങ്കിൽ നമുക്കത് സമ്മതിക്കാം. രണ്ടും രണ്ട് നിലപാടാണെന്ന് അത് പറയട്ടെ, പത്തനംതിട്ടയിൽ പാർട്ടി പറയട്ടെ. ഞങ്ങൾ ഇനി CBI കൂട്ടിലടച്ച തത്തയോ കൂട്ടിലടക്കാത്ത തത്തയോ ഏതെങ്കിലും തത്തയാവട്ടെ, ആ തത്ത ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ, കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് ഒരു അന്വേഷണം വേണമെന്നുള്ളത്. അപ്പോൾ കുടുംബത്തിനോടൊപ്പമാണെങ്കിൽ ആ കുടുംബം പറയുന്ന ആവശ്യത്തിന് കൂടെ നിൽക്കണ്ടേ? ആ കൂടെ നിൽക്കുന്നോ എന്നുള്ളത് അറിയണം നമുക്ക്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇതൊക്കെ തീർച്ചയായിട്ടും അദ്ദേഹത്തെ പറയും കുടുംബം മറ്റൊരു തരത്തിലേക്ക് പോവാതിരിക്കാൻ. കാരണം ഇത് അന്വേഷണം പോയി കഴിഞ്ഞാൽ ഇത് ഇവിടെയൊന്നും അവസാനിക്കില്ല, അത് മറ്റ് പല തലത്തിലേക്കും അത് എത്തും. അതൊരു പക്ഷേ AKG സെൻറ്ററിലേക്ക് വരെ എത്തും എന്ന് അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഈ കേസ് ഇത് മുന്നോട്ട് കൊണ്ടുവരുന്നത്. നല്ല രൂപത്തിലാണ് അന്വേഷണം നടക്കുന്നത് എന്ന് ഈ കുടുംബത്തെ പാർട്ടി സെക്രട്ടറി പറയുന്നു. പക്ഷേ സർക്കാർ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പറ്റുമോ KK രമ? ഇപ്പോൾ കോടതി സർക്കാരിന് നിലപാട് ചോദിച്ചിരിക്കുകയാണ്, 8-ാം തീയതി ആ നിലപാട് അറിയിക്കണം. അപ്പോൾ CBI വേണ്ട എന്ന് സർക്കാരിന് പറയാൻ പറ്റുമോ? അപ്പോൾ എന്തൊക്കെയോ മറയ്ക്കുന്നു എന്നുള്ളത് ഒന്നുകൂടി വ്യക്തമാകില്ലേ? അല്ല, കോടതിയിൽ നമുക്ക് കാണാം പാർട്ടി പറയുന്ന നിലപാടിന് അനുസരിച്ചൊരു നിലപാട് സർക്കാരിൻ്റെ പ്രതിനിധി കോടതിയിൽ പറയുമോ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. നിങ്ങൾക്കൊക്കെ എനിക്ക് ആ വിശ്വാസമേ ഇല്ല. പക്ഷേ കുടുംബത്തിനൊപ്പമാണെന്നാണല്ലോ ആവർത്തിച്ച് പറയുന്നത്. അത്തരത്തിലൊരു കുടുംബത്തിനൊപ്പമാണ് എന്നാണല്ലോ ആവർത്തിച്ച് പറയുന്നത്. അല്ല, അത് ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാരണം ഇവർ മറ്റൊരു അന്വേഷണത്തിലേക്ക് നീങ്ങരുത്, ഈ അന്വേഷണത്തിൽ തൃപ്തിപ്പെട്ട് ഇത് ശരിയാണ് എന്ന് വിശ്വസിച്ച് നിൽക്കാൻ വേണ്ടിയാണ് ഇതുവരെ പറഞ്ഞത് എന്നാണ് ഞാൻ പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഇവർ നീങ്ങരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കുടുംബത്തിനോടൊപ്പം ഇപ്പോഴും പറയുന്നത്. ഇനി ആ നിലപാട് പറയുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ കുടുംബത്തിനോടൊപ്പം ആണ് എന്ന് ഇപ്പോഴും പറയുന്നുണ്ടെങ്കിൽ അവർ പറയണം കുടുംബം പറഞ്ഞ അന്വേഷണം നടത്തണം, ആ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്നാണ് അവർ പറയേണ്ടത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.